blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. കോതമംഗലത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായൊരു വിടുതൽ അങ്ങ് കൽപ്പിക്കണമേ. ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന ആ വ്യക്തിയോട് എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക എന്ന് പറഞ്ഞതുപോലെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി, അവരുടെ ബിസിനസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. അവരുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൊച്ചുമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ സ്പോൺസർ ചെയ്തത് ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അവരോട് ചേർന്ന് ഞാനും ഇപ്പോൾ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേയിലും നിങ്ങൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ ഫോൺ ഇൻ പ്രോഗ്രാമിലൂടെ ഉണ്ടായിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ബ്രദർ ഡാമിയൻ നൽകുന്ന എപ്പിസോഡാണ് നിങ്ങൾ ഇന്ന് മുഴുവൻ കാണാനായി പോകുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഒരു സഹോദരിയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി പേർ ഒരു പക്ഷേ ഇത് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടോ മറ്റോ ഒക്കെ നിങ്ങളിത് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന. ശ്രദ്ധയോടെ കേട്ടാൽ. എന്റെ പേര് പ്രീത ബ്രദർ. ഓക്കെ. വിളിക്കുന്നത് മോറ്റൂരിൽ നിന്നും. ഓക്കെ. കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. 7 വർഷമായി കുട്ടികളില്ല? ഇല്ല. ഓക്കെ. എല്ലാ അപ്പോ ഞങ്ങള് പ്രാർത്ഥിക്കേണ്ടത് ബൈബിളിലെ ഏത് അധ്യായം എടുത്ത് പ്രാർത്ഥിക്കണം, ഏത് വാക്യം വായിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതൊന്നും പറഞ്ഞു തരാമോ ബ്രദർ? ഓക്കെ, പറയാം. ഈ സഹോദരിയുടെ സംശയം നിങ്ങൾ കേട്ടു. 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, എന്നാൽ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? ഒത്തിരി പേർക്കുള്ളൊരു സംശയമാണ്. കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി മാത്രമല്ല, പല വിഷയങ്ങൾക്ക് വേണ്ടി ആ സാഹചര്യത്തിൽ ഏത് അധ്യായമെടുത്ത്, ഏത് വാക്യമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്കുണ്ടായിട്ടുള്ള സംശയമാണ്. അതുകൊണ്ട് നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ അനേകർക്ക് ഒരു സംശയത്തിന് പരിഹാരം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ബൈബിളിൽ ഒരു പ്രത്യേക അധ്യായം എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ ബൈബിളിൽ എവിടെയെല്ലാം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്ന ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെയെല്ലാം അതെല്ലാം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന് ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ, പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിവാഹജീവിതത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി, ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി, ഇൻ്റർവ്യൂവിന് മുമ്പ്, ഇതൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് എൻ്റെ പ്രാർത്ഥനാ ഡയറി. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നൊരു പുസ്തകമാണ്. ഇതിൽ ഈ സഹോദരി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതിനകത്തുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, പ്രീതയ്ക്ക് ഒരു പക്ഷേ ഈ പുസ്തകം കിട്ടിക്കാണില്ല. എത്രയും വേഗം ഇതൊരെണ്ണം കരസ്ഥമാക്കണം. അതിൽ 23-ാമത്തെ ഇൻഡെക്സിൽ 23-ാമത്തെ പ്രാർത്ഥന, കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ 65-ാമത്തെ പേജിലാണ് അത് കിടക്കുന്നത്. ഞാൻ എല്ലാവർക്കും വേണ്ടി ആ ഒരു പ്രാർത്ഥന ഒരു മോഡൽ പ്രെയറാണ്. എങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം.
ഈ പ്രാർത്ഥനയിൽ ഊടും പാവും പോലെ, ഒരു വസ്ത്രത്തിൻ്റെ ഊടും പാവും പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ അവസാനം അതിലുപയോഗിച്ചിട്ടുള്ള അധ്യായങ്ങൾ, മാത്രമല്ല ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിലുപയോഗിച്ചിട്ടുള്ള വാക്യങ്ങൾ 1, 2, 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥന കൊടുത്തിട്ടുള്ള സ്ഥലത്ത് തന്നെ പല സ്ഥലങ്ങളിലായി നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ, കറസ്പോണ്ടിങ് നമ്പർ താഴെ നോക്കുമ്പോൾ ആ വചനം കിട്ടും. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾക്കത് എടുത്ത് നോക്കി വായിക്കാൻ സാധിക്കും. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള പ്രാർത്ഥനയാണ്. സ്വർഗീയ പിതാവേ, അങ്ങ് സകലത്തിൻ്റെയും സ്രഷ്ടാവാകയാൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ജീവൻ്റെ ഉറവിടവും സകലത്തെയും വർദ്ധിപ്പിക്കുന്നവനും ആയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇതേത് ഭാഗമാണെന്നറിയാമോ പ്രാർത്ഥിച്ചത്? ഉൽപ്പത്തി 1:28. ദൈവം മനുഷ്യനെ സന്താനപുഷ്ടിയുള്ളവരാക്കാൻ വേണ്ടി അനുഗ്രഹിക്കുന്ന ആ വചനമെടുത്താണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത്. അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ എനിക്ക് നൽകിയ കുടുംബജീവിതത്തിനായി ഞാൻ നന്ദി പറയും. ആദ്യമായി നല്ലൊരു ഭർത്താവിനെ കിട്ടിയെങ്കിൽ, നല്ലൊരു ഭാര്യയെ കിട്ടിയെങ്കിൽ നന്ദി പറയണം. എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ കുറവുകൾ ഞാൻ ഏറ്റുപറയുന്നു, അവ എന്നോട് ക്ഷമിക്കണമേ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 2ാമത്തെ വചനമാണ് അതിലൂടെ കോർത്തിണക്കിയത്. 2ാമത്തെ വചനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യാക്കോബ് 5:16. ബൈബിളെടുത്ത് നമ്മൾ നോക്കണം. 3ാമത്തെ പാരഗ്രാഫ്, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകാമെന്നുള്ള അങ്ങയുടെ വചനത്തിലെ വാഗ്ദാനത്തിനായി ഞാൻ നന്ദി പറയുന്നു. 3, 4 വചനങ്ങൾ അതിനുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവർത്തനം 28, 4, 11. അതുപോലെ ലൂക്കോസ് 1:13. തുടർന്ന് ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, ആ വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. 5ഉം 6ഉം വാക്യങ്ങൾ അതിനുള്ളതാണ്. മർക്കോസ് 11:24, ലൂക്കോസ് 1:37. അടുത്ത പ്രാർത്ഥനയിലെ പാരഗ്രാഫ്, മക്കൾ അങ്ങ് നൽകുന്ന ദാനമാകിയാൽ ആ അനുഗ്രഹം എനിക്ക് നൽകണമേ. 7ാമത്തെ വാക്യം, സങ്കീർത്തനം 127:3. മക്കൾ ദൈവം നൽകുന്ന ദാനമാണ് എന്നുള്ള ആ വചനം കോട്ട് ചെയ്യുകയാണ്. എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ആൺകുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ആൺകുഞ്ഞിനെ വേണോ പെൺകുഞ്ഞിനെ വേണോ? നിങ്ങളുടെ ആഗ്രഹം പറയുക. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നൽകണമേ. എങ്കിലും അങ്ങ് നൽകുന്ന കുഞ്ഞ് എന്തായിരുന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആദ്യം ദൈവത്തോട് ഞങ്ങൾ പറഞ്ഞു, ഒരു ആൺകുഞ്ഞിനെ തരണമേ. ആൺകുഞ്ഞിനെ തന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഒരു പെൺകുഞ്ഞിനെ തരണമേ. പെൺകുഞ്ഞിനെ തന്നു. ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് പെൺകുഞ്ഞ് ജനിച്ചു. ദൈവഹിതം അതായിരിക്കാം. സന്തോഷത്തോടെ കൈനീട്ടി വാങ്ങണം. അടുത്ത പാരഗ്രാഫ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമായി എൻ്റെ ശരീരത്തിലെ ഡാഷ്. അവിടെ ഫില്ല് ചെയ്യേണ്ടത്, ഡോക്ടർമാർ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കുഴപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുക. തടസ്സങ്ങളെ നീക്കിക്കളയണമേ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം സ്വീകരിക്കുന്നു. അതൊരു വചനമാണ്. 8ാമത്തെ അതായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 പത്രോസ് 2:24 വചനം. അടുത്ത പാരഗ്രാഫ്, അങ്ങ് എനിക്ക് നൽകാൻ പോകുന്ന പൈതലിനെ ഇപ്പോഴേ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഇത് വിശ്വാസമാണ്. 9ാമത്തെ കൊട്ടേഷൻ 1 ശമൂവേൽ 1:11. ഹന്ന എന്ന സഹോദരി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ബാലനെ, ദൈവം നീ എനിക്കൊരു ആൺപൈതലിനെ തന്നാൽ അവനെ നിനക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്കായി, നിന്റെ ഒരു പ്രവാചകനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ മുൻപേ സമർപ്പിക്കാം. എൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ ലളിതമാണ്. അപ്പോൾ തന്നെ 9-ലധികം വചനങ്ങൾ അതിനകത്ത് നമ്മൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള 50ഓളം പ്രാർത്ഥനകളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ,
രാത്രി കിടക്കുമ്പോൾ, യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ്, യാത്ര കഴിഞ്ഞ് യാത്രക്കിടയിൽ പ്രാർത്ഥിക്കാവുന്ന പല പ്രാർത്ഥനകളുമുണ്ട്. അതുപോലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, പരീക്ഷ എഴുതുന്നതിന് മുൻപ്, പരീക്ഷയുടെ സമയമാണ്, ഈ പരീക്ഷ എഴുതുന്നതിന് മുൻപ് പഠിക്കാനിരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, പരീക്ഷയുടെ ദിവസം രാവിലെ എങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള ഒത്തിരി 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 പ്രാർത്ഥനകളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ലാത്തവർ സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കുക. തീർച്ചയായും നിങ്ങളെ ഈ പ്രാർത്ഥനാ പുസ്തകത്തിലൂടെ പ്രാർത്ഥനയിൽ ട്രെയിൻ ചെയ്യും. ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നമുക്ക് വിശ്വസിക്കാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടവരും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തവരുമായി ഒത്തിരി പേർക്ക് 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം തുടങ്ങി 20 വർഷം, 20-ലധികം വർഷമൊക്കെ കഴിഞ്ഞ എല്ലാവർക്കും ഒത്തിരി പേർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ മിറക്കിൾസ് ടുഡേയിലൂടെ നിങ്ങൾ തന്നെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ് ഒരു വലിയ അനുഗ്രഹം, അങ്ങനെയുള്ള ശൂന്യത അനുഭവിക്കുന്ന ദമ്പതികളുടെ മേൽ ആ അനുഗ്രഹത്തിൻ്റെ നിറവ് അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രീത ഫോർ ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നലെ പറഞ്ഞ അതേ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ബ്രദർ ഡാമിൻ ഇതിന് ഉത്തരങ്ങൾ നൽകുമ്പോൾ എല്ലാം അറിയാവുന്നത് കൊണ്ടല്ല ഇത് പറയുന്നത്. ഇതിനേക്കാൾ നല്ല ഉത്തരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾക്കറിയാവുന്ന ആ ഉത്തരങ്ങൾ കത്തിലൂടെയോ ഇമെയിലിലൂടെയോ ദയവായി ഞങ്ങളെ അറിയിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപായിട്ട്, നമ്മൾ എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേരും ബൈബിൾ വായിച്ചാൽ ബൈബിൾ വചനങ്ങൾ മറന്നുപോകും, മറ്റു പല കാര്യങ്ങളൊന്നും മറന്നുപോകില്ല. പക്ഷെ എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ബൈബിൾ വചനങ്ങളെ ഓർത്തു വെക്കാൻ സാധിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യവും ആ ഉത്തരവും നമുക്കിപ്പോൾ ഒരുമിച്ച് കാണാം. എന്റെ പേര് മേരി ജോസഫ്. ഓക്കെ, പറയൂ സിസ്റ്റർ. എന്ത് ചെയ്യുന്നു സിസ്റ്റർ? ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ്. ഓക്കെ, അപ്പൊ സിസ്റ്റർ ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. അതായത് ഞാൻ ഈ ബൈബിളിനെ പറ്റി വചനമൊക്കെ ഒത്തിരി വായിക്കാറുണ്ട്, ഒത്തിരി ഇതാക്കാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഉറച്ചു നിൽക്കാറില്ല, അത് മനസ്സിലങ്ങനെ നിൽക്കാറില്ല, മനസ്സില് വചനം തങ്ങി നിൽക്കുന്നില്ല. തങ്ങി നിൽക്കുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോ അതാണോ ചോദിക്കാനുള്ളത്? അതായത് എങ്ങനെ ദൈവവചനം നമ്മുടെ മനസ്സിൽ ഉള്ളിൽ കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ ഓർമ്മയിൽ വയ്ക്കാം, അതാണോ ചോദിക്കാനുള്ളത്? അതെ. മേരി ജോസഫ് ചോദിച്ചത് വളരെ വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഇതേ പ്രോബ്ലമുള്ള ഒത്തിരി പേരുണ്ട്. ബൈബിൾ ഒത്തിരി വായിക്കും, പക്ഷെ ഒന്നും തലയിൽ നിൽക്കുന്നില്ല. എന്നോട് ഒത്തിരി പേര് വന്നത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമായി എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, ഞാൻ എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ അറിയുന്നതും കൂടുതൽ ബൈബിൾ വായിക്കാനൊക്കെയുള്ള താല്പര്യത്തിലോട്ട് വരുന്നത്. ഞാൻ ചെയ്തത്, ബൈബിൾ എടുത്തിട്ട് ഓർമ്മയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള വചനങ്ങൾ, പ്രധാനപ്പെട്ട വചനങ്ങൾ സ്കെച്ച് പെൻ കൊണ്ട്, ആദ്യകാലങ്ങളിൽ സ്കെച്ച് പെൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്യാൻ തുടങ്ങി. അണ്ടർലൈൻ ചെയ്യുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ആ പേജുകൾ ഇങ്ങനെ മറിച്ച് അത് വീണ്ടും തലയിൽ രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിൽ, പലരും പല രീതിയിലാണ് ബൈ ഹാർട്ട് ചെയ്യുന്നത്. ചിലരിങ്ങനെ നോക്കി വായിക്കുമ്പോൾ തന്നെ അത് അവരുടെ തലയിലേക്ക് രജിസ്റ്റർ ചെയ്യും. ചിലർക്ക് അങ്ങനെയല്ല, വാ കൊണ്ട് അത് പല പ്രാവശ്യം പറയണം, എങ്കിലേ അവരുടെ തലയിൽ തങ്ങൂ. പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് പഠിക്കും? ചിലരൊക്കെ വാ കൊണ്ട് ഉറക്കെ പറയും, ചിലർ മനസ്സിരുത്തി ഉള്ളിലോട്ടതാക്കും. വാ കൊണ്ട് ഉറക്കെയൊന്നും അലച്ചൊന്നും പറയില്ല, പക്ഷെ അവർ ഉള്ളിലേക്ക് അതെടുക്കും. പലരും പല രീതിയിലാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക, അണ്ടർലൈൻ ചെയ്തിട്ട് പല പ്രാവശ്യം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പല പ്രാവശ്യം ആകുമ്പോഴേക്കും ഇത് നമ്മളറിയാതെ തന്നെ നമ്മുടെ അകത്ത് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, സൂക്ഷിച്ചു വെക്കാൻ, അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാൻ പഠിക്കണം. അതിന് വേറൊരു കാര്യം കൂടി ചെയ്യാം. ചിലർക്കൊക്കെ ആ വചനം അറിയാൻ സാധിക്കും, പക്ഷേ അത് എവിടെയാണ്, ഏത് പുസ്തകത്തിൽ ഏത് അധ്യായമാണെന്ന് അറിഞ്ഞുകൂടാ. അതിനൊരു എളുപ്പ വഴിയുള്ളത്, ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വചനം അപ്പോസ്തലപ്രവൃത്തിയിൽ 4:12 ഇത് പഠിക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ആ ബൈബിൾ റെഫറൻസ്, ആ വാക്യം ആദ്യം പറയുക. ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തികൾ 4:12. അതിനുശേഷം വാക്യം പറയുക, മറ്റൊരുവനിലും രക്ഷയില്ല -- അവസാനം വീണ്ടും നമ്മൾ ആ വചനം പറയുക, വാക്യം പറയുക, അപ്പോസ്തലപ്രവൃത്തികൾ 4:12. സോ റെഫറൻസ് 2 പ്രാവശ്യം പറയും. അപ്പോസ്തലപ്രവൃത്തിയിൽ 4:12 എന്നുള്ള അതാണ് ഓർത്തിരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അത് ആദ്യം പറയണം, അവസാനവും പറയണം. ഇതിനിടയിൽ വചനം ഒരു പ്രാവശ്യം നമ്മൾ പറയണം. അങ്ങനെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ അകത്തിരിക്കും. സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ കാലത്ത് നമുക്ക് ടെക്സ്റ്റ് മാർക്കേഴ്സ് ലഭിക്കും. വീതിയിൽ നമുക്ക് ആ വാക്യത്തിൻ്റെ മുകളിലൂടെ ചായമടിക്കാനുള്ള രീതിയിലുള്ള ടെക്സ്റ്റ് മാർക്കേഴ്സ് ലഭിക്കും. ബൈഹാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഓർക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കളർ ചെയ്ത് വയ്ക്കാം. അതാണ് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് യെല്ലോ സ്റ്റിക്ക്. നിങ്ങൾക്കറിയാം, ഒട്ടിച്ചു വയ്ക്കാവുന്ന സ്റ്റിക്കർ പോലെയുള്ള ചെറിയ ചെറിയ പേപ്പറുകൾ, മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലൊക്കെയുള്ള യെല്ലോ സ്റ്റിക്കുകൾ. അതിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വചനം എഴുതി അത് നമ്മുടെ മേശയിലോ നമ്മുടെ അലമാരയിലെ കണ്ണാടിയുടെ മുകളിലോ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിലോ കാറിനകത്തോ മുറിയിൽ പല സ്ഥലങ്ങളിലോ ഡോറിലോ കിച്ചണിലോ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചു വയ്ക്കുക. പല പ്രാവശ്യം നമ്മളത് കണ്ടു കഴിയുമ്പോൾ അത് നമ്മുടെ അകത്തേക്ക് ചെല്ലാൻ തുടങ്ങും. നമ്മുടെ അകത്ത് ഓർമ്മയിൽ വയ്ക്കാൻ നമുക്ക് സാധിക്കും. അത് കൂടാതെ മറ്റൊരു മാർഗം, ഇന്ന് ബൈഹാർട്ട് ചെയ്യുന്ന വചനങ്ങൾ ഇന്ന് തന്നെ പലരോടായി സംസാരിക്കുക. സംഭാഷണത്തിനിടയിൽ അതെല്ലാം കൊണ്ടുവരിക. ഫോൺ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ, പല പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ വചനം നമ്മുടെ ചിന്തകളുടെ, ഓർമ്മകളുടെ ഒക്കെ ഭാഗമായി മാറും. ഇതിലൊക്കെ ഉപരിയായി വചനങ്ങൾ പഠിക്കാൻ ഒരു നോട്ട്ബുക്ക് വേണം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അനേകം നോട്ട്ബുക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങളായി ദൈവവചനം കേൾക്കുമ്പോൾ, ഒരാൾ ശുശ്രൂഷിക്കുമ്പോൾ, ഒരാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സെൽഫായി സ്റ്റഡി ചെയ്യുമ്പോൾ ഒക്കെയുള്ള വചനങ്ങളുടെ നോട്ട്സുകൾ എഴുതി ഒത്തിരി നോട്ട്ബുക്കുകൾ എൻ്റെ വീട്ടിലുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ബൈബിൾ മാത്രം പോരാ, അത് എഴുതി പഠിക്കാൻ നമുക്ക് ഒരു നോട്ട്ബുക്കുകളും ഡയറികളും നമ്മൾ സൂക്ഷിക്കണം. അതിന് ഈ കാലത്ത് പലരും നോട്ട്ബുക്കല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണുകളിൽ നോട്ട്സ് എഴുതാറുണ്ട്. ലാപ്ടോപ്പുകളിൽ, ഐപാഡുകളിൽ, ഗാഡ്ജറ്റുകളിൽ ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നോട്ട്സ് കുറിച്ചെടുക്കാനും, ചുരുക്കി പറഞ്ഞാൽ പല പ്രാവശ്യം ഒരേ വചനം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ തലയിൽ തങ്ങും. അതിനുവേണ്ടി മനഃപൂർവമായ ഒരു ശ്രമം നമ്മൾ നടത്തണം. പല പ്രാവശ്യം അത് ഉപയോഗിക്കണം. ദാറ്റ്സ് ഓൾ. ഇനി മിറക്കിൾസ് ടുഡേയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു. മാർച്ച് 3-ാം തീയതിയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹ പ്രാർത്ഥന എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ നടക്കുന്നത്. ഒന്നുകിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്ലെസ്സിംഗ് സെന്ററിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കണം. ലൈവ് ടെലികാസ്റ്റിലൂടെയും നിങ്ങൾക്ക് ആ പ്രോഗ്രാം കാണാനും ആ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അന്ന് തന്നെയാണ് മൈ പ്രേയർ ഡയറിയുടെ ഇംഗ്ലീഷ് പബ്ലിക്കേഷൻ, അതിന്റെ പ്രകാശനം നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് പ്രീ പബ്ലിക്കേഷൻ കൗണ്ടർ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ തുക മാർച്ച് 3-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ തുക എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ബ്രദർ ഡാമിയൻ കൈകൊണ്ട് ഒപ്പിട്ട ഒരു പുസ്തകം ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടൈം ടേബിൾ ഫോട്ടോഗ്രാഫോടുകൂടെ ദയവായി വേഗത്തിൽ അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് മിറക്കിൾസ് ടുഡേ നമുക്ക് ഒരുമിച്ച് കാണാം. സഹോദരിയുടെ ഒരു അശ്വതി എന്നാണ്, അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. വലിയ അത്ഭുതമാണ് കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. വചനത്തിൽ പറയുന്നത് പോലെ മക്കൾ യഹോവയുടെ ദാനം, ഉത്തരഫലം അവന്റെ സമ്മാനം എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് കൊടുത്ത സമ്മാനവുമായാണ് അവർ ഇവിടെ ആയിരിക്കുന്നത്. ഈ സഹോദരിക്ക് 4 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്നു. വളരെയധികം ഭാരപ്പെട്ടിരുന്നു. എന്നാൽ പലവിധ മരുന്നുകൾ താൻ കഴിച്ചു. അലോപ്പതി പല സ്ഥലങ്ങളിൽ എടുത്തിരുന്നു, പല ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. പക്ഷേ 2 പ്രാവശ്യം കുഞ്ഞുണ്ടായി.
പക്ഷെ രണ്ടും അബോഷനായി പോയി. രണ്ടാമത്തെ അബോഷനായി പോയി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2011 ഡിസംബറിൽ ഇവിടെ ആരാധന നടക്കുമ്പോൾ ഈ ഹാളിൽ വെച്ച് തന്നെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ മുറിവുമായാണ് പോളിയോ ഹോം. ആ മുറിവുമായാണ് വന്നിരുന്നത്. അതായത് ഒരു മിസ്കാരേജ് ഉണ്ടായി, അതിന്റെ മുറിവുമായാണ് വന്നിരുന്നത്. ബ്രദർ ഇങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞത്, മുറിവുമായി വന്നിരിക്കുന്നവരെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. മുറിവുമായി വന്നിരിക്കുന്നവരെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് ഏറ്റെടുത്തു. അതിനുശേഷം സ്റ്റേജിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വിവരം ബ്രദറിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുങ്ങളില്ല, 4 വർഷമായി കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അന്നേരം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അടുത്ത ഡിസംബറിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും, അടുത്ത വർഷം നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിരിക്കും എന്ന് അന്ന് പറഞ്ഞു. ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് പക്ഷെ അതേപോലെ 2 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി. പിറ്റേ ഡിസംബറിൽ തന്നെ 2012 ഡിസംബർ 25 ആ കുഞ്ഞിന് ജന്മം നൽകുവാനിടയായി. ക്രിസ്മസിന് ജനിച്ചു. അത് മാത്രമല്ല, ആ പ്രഗ്നൻസി ടൈം മുതൽ അവർ സ്ഥിരമായി നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് അവർ കുടുംബത്തോടെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം ലോകം മുഴുവൻ കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷം എത്ര കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയോ വാക്തത്വമോ മാറിപ്പോകയില്ല. ആകാശഭൂമികൾ മാറിയാലും തിരുവചനം മാറുകയില്ലല്ലോ. കർത്താവ്, തിരുനാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്ന ശൂന്യതകളിൽ ദൈവത്തിന്റെ നിറവുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ അതല്ല പ്രാർത്ഥിക്കാൻ പോകുന്നത്. വിശ്വാസം, നിറഞ്ഞ വിശ്വാസത്തോടെ, മുറ്റിയ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം വിശ്വാസത്താൽ പലതും നടക്കും. നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെച്ച് അങ്ങ് അവരെ സൗഖ്യം ആക്കണമേ. എല്ലാ പനിയുടെ അസ്വസ്ഥതകളും, മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന പനിയുടെ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ശരീരത്തിൽ കുരുക്കൾ വന്നിട്ട് പഴുത്ത് പൊട്ടി അത് വല്ലാത്ത വ്രണമായി നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വായ്ക്കകത്ത് കുരുക്കൾ വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ചെവിക്കകത്തുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകളിൽ നിൽക്കുന്ന ഞാനിങ്ങനെ കാണുകയാണ്, നിങ്ങളുടെ കാൽമുട്ട് ചുവന്ന് വീർത്ത് ഇങ്ങനെ നിൽക്കുക, നീര് വന്ന് ചുമന്നിങ്ങനെ പഴുത്ത് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കാൽമുട്ടിൻ്റെ ആ ഭാഗം അവിടെ ഉണ്ടോ എന്ന് തോന്നാത്ത വിധത്തിൽ ഒരു വലിയ മാംസപിണ്ഡമായിട്ട് ആ കാൽമുട്ട് നിൽക്കുന്നത് എനിക്ക് കാണാം. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ യേശുവേ എന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കർത്താവേ, സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. വയറിനകത്തുള്ള വേദനകൾ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരം മുഴുവൻ അലർജി അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പണം നഷ്ടപ്പെട്ടിട്ട് വല്ലാത്ത മാനസിക പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ട പണം അവരുടെ കൈകളിലേക്ക് അത് മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീടിൻ്റെ പണി ഇടയ്ക്ക് വെച്ച് നിന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വീടിൻ്റെ പണി ഭംഗിയായി അത് നടക്കട്ടെ. അതിനുള്ള വഴികളെയും വാതിലുകളെയും അങ്ങ് തുറന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ഈ വർഷം പുതിയൊരു അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവേ, ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രത്യേക അഭിഷേകവും കൃപയും കൊടുത്ത് അങ്ങ് മാനിക്കണമേ, അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസമാണ്. ഇതുവരെ നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ
ഈ വരുന്ന 5-6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വരണം, അറ്റൻഡ് ചെയ്യണം, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. വിദ്യാർത്ഥികൾ ദയവായി ശ്രദ്ധിക്കുക, അടുത്ത അനൗൺസ്മെന്റ്സ് ശ്രദ്ധിക്കുക. കർത്താവിന്റെ വലിയ വിടുതലുകൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാപിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നാളത്തെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്? അക്കോർഡിംഗ് ടു ജീസസ്, വാട്ട് ഡിഫൈൽസ് എ മാൻ? ഓപ്ഷൻസ്: എ, പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കാത്തത്, ബി, കൽപ്പനകൾ അനുസരിക്കാത്തത്, സി, ശബത്തിൽ ജോലി ചെയ്യുന്നത്, ഡി, ഇവ ഒന്നുമല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.